പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നല്ലൊരു ദിവസം ദാനമായി തന്ന ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സാധാ പുട്ടൊന്നും അല്ല കേട്ടോ, അരിപ്പുട്ടൊന്നും അല്ല, ഗോതമ്പ് പുട്ടും അല്ല. പക്ഷേ ഇത് മൾട്ടിഗ്രെയിൻ പുട്ടാണ്. ലുലുവിൽ പോയപ്പോൾ ഇരിക്കുന്ന കണ്ട് മേടിച്ചു തന്നേ ഉള്ളൂ. പ്രോട്ടീൻ പുട്ടാന്ന് വേണേൽ പറയാം. കുറേ സാധനങ്ങളൊക്കെ ചേർന്നുള്ള പാക്കറ്റായിരുന്നു. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇതാന്ന് പറയും പിന്നെ ഒരാഴ്ചയും കഴിയും. മൾട്ടിഗ്രെയിൻ പുട്ടാണെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ചൂടോട് കഴിക്കണമെന്ന് മാത്രം. നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പുട്ടും പഞ്ചസാരയും പഴവും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മൾട്ടിഗ്രെയിൻ പുട്ട്. ആ കാണുന്നതൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഗുണം എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റും. സാധാരണ പുട്ടുപൊടിയെക്കാട്ടി കുറച്ച് വില കൂടുതലാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പുട്ട്. ഞാൻ ചെറുതിൽ പുട്ടും മിക്സറും ഒക്കെ വെച്ച് കഴിക്കുമായിരുന്നു. പണ്ട് അതിന് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മിക്സറൊക്കെ കൂട്ടി കഴിക്കാറുമുണ്ട്. ഇവിടെ ആകെ കിട്ടുന്ന പഴം റോബസ്റ്റ പഴമാണ് കേട്ടോ. രസകതയിലേക്ക് കിട്ടാറുണ്ട്, ചെറിയ പഴമൊക്കെ കിട്ടാറുണ്ടെങ്കിലും അതങ്ങോട്ട് ലാസ്റ്റ് ഇയറില്ല, പെട്ടെന്ന് ചീത്തയായിപ്പോവും. അപ്പോൾ റോബസ്റ്റ തന്നെയാണ് ശരണം. അപ്പോൾ ഇച്ചിരി വലിയ പഴമായിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ നല്ല പൊരിഞ്ഞ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ കരിവേപ്പില വിട്ട് കളഞ്ഞാലേ എല്ലാം കരിഞ്ഞ് നാശമായിപ്പോവും. അതിന് മുന്നേ എല്ലാം പറിക്കുവാണ്. ഒരുപാടൊന്നും പറിക്കുന്നില്ല, മേൾഭാഗമൊക്കെ അങ്ങ് മുറിച്ചെടുക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കത്തിരിക്ക കുട്ടം വരെ നിങ്ങൾ കണ്ടോ? അത് ചൂടിനൊക്കെ അതിജീവിച്ച് നിൽപ്പുണ്ട്. ഏതുവരെ പോകും നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ എല്ലാം ഒന്നും പറിക്കുന്നൊന്നുമില്ല, ആവശ്യത്തിന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കരിവേപ്പില ഏത് പറിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. കുറേ കൊണ്ടൊക്കെ വെട്ടിയാൽ ഇത്രയും വളർന്നത് ഇത് ആദ്യമായിട്ടാണ് കരിവേപ്പില. 2 മൂടുള്ളത് കാരണം ഇപ്പം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. 8-10 വർഷത്തോളം ഫ്ലാറ്റ് ജീവിതത്തിലൊന്നും ഒരു കരിവേപ്പില നടാൻ പോലും ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇപ്പം ഈ കിട്ടുന്നതോ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹവും സന്തോഷവും തന്നെയാണ്. നമ്മുടെ പൂച്ചക്കുഞ്ഞിത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഓടി നടക്കുന്ന നല്ല സ്മാർട്ടായിട്ടും ഉണ്ട്. ആ അമ്മയ്ക്ക് ഒരു സൗകര്യം കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ ഇപ്പോൾ അകത്ത് കയറും പുറത്തിറങ്ങും, ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ പോയതാ കറിവേപ്പിലേക്ക് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. പൊടിക്കാറ്റൊക്കെ ഉള്ളതാണ്, അപ്പോൾ നല്ലോണം കഴുകണം. നല്ല കഴുകി എടുത്ത് ഇതാ നിരത്തി വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. നിരത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തീരെ ഉണങ്ങിപ്പോവും. പക്ഷെ ഇന്ന് തന്നെ നമ്മളത് ഉണക്കിയെടുത്ത് ടപ്പയിലാക്കണം. കരിവേപ്പില തന്നെ പല ഇനങ്ങളുണ്ടല്ലോ, പക്ഷെ ഇത് ഏത് ഇനാന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ ഈ നാട്ടിൽ മുരിങ്ങയില മരം ഉണ്ടല്ലോ, മുരിങ്ങയില നന്നായി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പല വീടുകളിലും ഉണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പോയിട്ടില്ല. നമുക്ക് കരിവേപ്പില മതി. പൂച്ച ഇഷ്ടമായതുകൊണ്ട് തന്നെ വീഡിയോയിലൊക്കെ പൂച്ച സീൻ കുറച്ച് കൂടുതൽ കാണേ. അപ്പോൾ പൂച്ച ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടോണേ. ഇനി നമുക്ക് പോയി തുണി വിരിച്ചാലോ? കുറേ തുണിയുണ്ട്, എന്നും കഴുകാനും പിരിക്കാനും മടക്കാനും. ഇവിടെയാണ് കേട്ടോ പുറത്തുള്ള കൂട് പൂച്ചക്കുട്ടന്മാരുടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൂട് തുടങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. സമ്മറൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ചൂട് തന്നെ സഹിക്കാൻ വയ്യ. പിന്നെ സമ്മറാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ പിന്നെ ഒരു വർഷത്തിൽ പകുതി ചൂടും പകുതി സമയം തണുപ്പുമാണ്. തണുപ്പായാൽ പിന്നെ നല്ല രസമാണല്ലോ. പക്ഷെ ഇന്നിപ്പോൾ അത് തുണി വിരിക്കാൻ ഇറങ്ങിയപ്പോൾ ചൂടുണ്ട്, പക്ഷെ എന്നാലും നല്ല ഇളം കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് വിരിക്കാൻ നല്ല സുഖമുണ്ട്. ഞാനിപ്പോൾ ഇന്നതാണ് എടുക്കുന്നത് ഒരു ദിവസത്തെ ചില ക്ലിപ്സ് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
ഡേ ഇൻ മൈ ലൈഫ് വേണോ, അത് മോർണിംഗ് റൂട്ടീനാണോ വേണ്ടത്, ടിപ്സാണോ, എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഇടാം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുത്തത്. ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് മനസ്സിലായത് 1 മണിക്കൂറത്തെ ക്ലിപ്സ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും അതെങ്ങും എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എൻ്റെ ഫ്രണ്ടിലുള്ളത് ആ ചട്ടിയിലെ പൂക്കളൊക്കെ കരിഞ്ഞു. അപ്പോൾ ഞാൻ ആ ചട്ടികളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത വിൻ്ററിൽ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട്. പിന്നെ എൻ്റെ പുറത്തിരുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സ്റ്റാൻഡിലിരുന്നതുണ്ടല്ലോ, അതൊക്കെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അത് അഴുകിയും പോവും, അതിൽ കൊതുകുകളും വരും. ഈ ചെടി സ്റ്റാൻഡ് നല്ല യൂസ്ഫുള്ളാണ്. പൊക്കത്തിൽ നമുക്ക് നിറയെ ചെടികൾ വെക്കാനും പറ്റും. പണ്ട് ഞാൻ ഫ്ലാറ്റിലായിരുന്നപ്പോൾ മേടിച്ചതാണ്. അവിടെ ഇതുപോലെ ചെടികൾ വെക്കാൻ ഒരു സൗകര്യം ഇല്ലായിരുന്നു. ഒരു ജനലിൻ്റെ മൂലയിൽ വെച്ചിരുന്നതാണ്. ആ ജനൽ തുറക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു മര്യാദയ്ക്ക്. അപ്പോൾ അവിടെ നിന്നുള്ള വെളിച്ചം കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡായിരുന്നു ഇത്. പക്ഷേ ഇത് ഇന്നും കൂടെ തന്നെ ഉണ്ട്. ചെറിയ കുലുക്കമൊക്കെ ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോഴും എൻ്റെ കുറച്ച് ചെടികളൊക്കെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതിനെ നമുക്ക് മണ്ണിലോട്ടാക്കണം, കാരണം വേരൊക്കെ വന്നിട്ടുണ്ട്. വെള്ളത്തിലാക്കി ഒരു ചെടി അഴുകിയും പോയി കേട്ടോ. അത് എന്തോ ഡ്രൈ ആയിട്ട് വെള്ളം ഇല്ലാതിരുന്നിട്ടാണെന്ന് അറിയത്തില്ല, അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നാശമാവരുതല്ലോ, അതിനൊക്കെ നമുക്കിനി കുഞ്ഞു കുഞ്ഞു ചട്ടികളിലോട്ട് മാറ്റാനുണ്ട്. പിന്നെ ഇതാ നോക്കിയപ്പോൾ എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ചെടിയിലൊക്കെ നിറയെ പൊടി. ഞാൻ ആദ്യം ടിഷ്യൂവിൽ വെള്ളം നനച്ചൊക്കെ തുടച്ച് നോക്കി. പിന്നെ നോക്കിയിട്ട് അതിലൊന്നും പൊടി പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഫുൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണിയും കൂടെ വെച്ചിട്ട് തുടച്ചപ്പോൾ പൊടിയെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ചെടി വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം തുടച്ചൊക്കെ. ഇനി നമുക്കിത് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അതിൽ മാറ്റിലെ പൊടിയൊക്കെ മാറ്റി അവിടെ കിടക്കുന്ന വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റണം. മിക്കവാറും എൻ്റെ ഡൈനിങ് ടേബിളിൽ ലാപ്ടോപ്പ് കാണും കേട്ടോ. മോൻ അവിടെ ഇരുന്ന് മിക്കവാറും പഠിക്കുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ഞാൻ മാറ്റി വെച്ചില്ല, അവൻ വീണ്ടും എടുത്ത് വെക്കുക തന്നെ ചെയ്യും. അപ്പോൾ കൂടിപ്പോയാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വെക്കാനേ പറ്റത്തുള്ളൂ, വേറെ അങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല. രാവിലെ പുട്ടൊക്കെ കഴിച്ചതിൻ്റെ പൊടിയൊക്കെ എന്തായാലും കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തും വേണ്ടത്ത മാറ്റിയാൽ മാത്രമേ അടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാമെന്നാകുമ്പോൾ മേശയൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളും ഡൈനിങ് റൂമും ഒക്കെ. എന്നാലും വലിയ ക്ലീനിങ് ഒന്നുമല്ല, ഒരു ടിഷ്യൂവിൽ വെള്ളമൊക്കെ നനച്ചെടുത്ത് തുടയ്ക്കുന്നേ ഉള്ളൂ. അത് തന്നെ ധാരാളം. നമ്മൾ എന്നും നന്നായി വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി, ഒരു ടിഷ്യൂ എടുത്ത് തുടയ്ക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി രാവിലെ ചെയ്യേണ്ട ചെറിയൊരു പണി എന്ന് പറയുന്നത് മുകളിൽ പോയി ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഹസ്ബൻഡ് പോകും മുന്നേ തന്നെ ബെഡൊക്കെ ഒന്ന് അത്യാവശ്യം മേക്ക് ചെയ്തിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ മോൻ്റെ റൂമിൽ അതൊന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഒതുക്കാനായി കാണത്തുള്ളൂ, വലിയ പണിയൊന്നും കാണത്തില്ല. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുകളിലോട്ട് വൈകിട്ടേ കയറാറുള്ളൂ. പിന്നെ ഇവിടെ അധികം പൊടിയില്ല മുകളിൽ, ഞാൻ മിക്കവാറും ജനൽ അടച്ചാണ് ഇടാറ്. പിന്നെ പേരിന് ഇച്ചിരി തുറന്നിടുന്നേ ഉള്ളൂ ഒരു കാറ്റ് കിട്ടാനായിട്ട്. മോൻ രാവിലെ വെളുപ്പിനെ സ്കൂൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ അവൻ പിന്നെ അരബോധത്തിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ ഇതൊന്നും മടക്കാറില്ല. അപ്പം നമ്മൾ തന്നെ ഇത് ചെയ്യണം. ചില സമയത്ത് അവധിയുള്ള ദിവസം വല്ലപ്പോഴും ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പൊടിയൊക്കെ തട്ടി ഒന്ന് കംഫർട്ടറൊക്കെ നേരെ ഇട്ട് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടണം, ഒന്ന് വെളിച്ചമൊക്കെ കയറണമല്ലോ. നമ്മുടെയൊക്കെ മോർണിംഗ് റൂട്ടിൽ മെയിനായിട്ട് പറയുന്നൊരു സംഭവമാണ് ബെഡ് മേക്കിംഗ്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഇച്ചിരി മടിയാണെന്ന് മാത്രമല്ലേ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമല്ലേ നമ്മുടെ റൂമൊക്കെ കിടക്കുന്ന കാണാൻ. ആ ദിവസം തന്നെ ഒരു പോസിറ്റീവായിരിക്കും. മുകളിലത്തെ നിലയിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് ഇടയ്ക്ക് വന്ന് തൂത്ത് തുടയ്ക്കാറുണ്ട്. പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം. ഇനിയൊരു വീഡിയോയിൽ അതും കാണിക്കാം കേട്ടോ.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ടൈൽസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു വെള്ള കളർ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മാറ്റിയതല്ല, ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ അവർ മാറ്റുന്നതാണ്, എല്ലാ വീടുകളിലും മാറ്റുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ കളർ ടൈൽസ് നേരത്തെ ആയിരുന്നു, അപ്പോൾ അഴുക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ നല്ലോണം അറിയാം അഴുക്കൊക്കെ. പിന്നെ ഇത് ഇവിടുത്തെ ചെടികളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചല്ലോ, ആ സ്റ്റാൻഡ് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അകത്ത് വെച്ചു. പിന്നെ പുറത്തെ ചെടികളും കരിഞ്ഞു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ്. അതൊക്കെ ഇപ്പോൾ അകത്ത് ഇതാ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഈ ചട്ടമ്പിയെ കണ്ടോ നിങ്ങൾ? അതിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മ അതാ കൊണ്ട് അകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമെന്ന് കരുതിയിട്ട്. കരിവേപ്പിലൊക്കെ നേരത്തെ തന്നെ ഉണങ്ങി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. പക്ഷെ നമുക്ക് ഇറുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി അതൊക്കെ ഇറുത്ത് നല്ലോണം 2 ബോക്സുകളിലൊക്കെ ആക്കി വെക്കണം. എന്തായാലും ഈ പണി കൊള്ളാം കേട്ടോ, കരിവേപ്പില ഇറുക്കുന്ന പണി നല്ല രസമല്ലേ. പിന്നെ ഈ കരിവേപ്പില മാത്രമേ ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മല്ലിയിലൊന്നും എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാറേ ഇല്ല, അത് ചീത്തയായി പോകുന്നുണ്ട്. കുറച്ച് ദിവസമൊക്കെ അതിന് ആയുസുള്ളൂ, ടപ്പയിലാക്കിയാലും ടിഷ്യൂവിൽ വെച്ചാലും ഒക്കെ. ഇഷ്ടം പോലെ കരിവേപ്പില കിട്ടിയിട്ടുണ്ട്. 1 മാസത്തിൽ കൂടുതൽ ഇനി കരിവേപ്പില വേറെ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമേ ഇല്ല. പണ്ട് ഞാൻ ലുലുന്നൊക്കെ മേടിക്കുമായിരുന്നു കരിവേപ്പില, ഇപ്പോൾ വാങ്ങിക്കാറേ ഇല്ല. ഇത് തന്നെ ധാരാളം. നമ്മൾ എത്ര ഉണക്കിയെന്ന് പറഞ്ഞാലും ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് തന്നെ ഇതൊക്കെ വെക്കണം കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിനകത്ത് ഈർപ്പമൊക്കെ തട്ടി ഇതിലൊക്കെ നനവ് വിടും. പിന്നെ അത് കറുത്ത കളറായി ചീത്തയായി തന്നെ പോവും. അപ്പോൾ മുകളിൽ ഇടണം, താഴെ ഇടണം ടിഷ്യൂ പേപ്പർ. ഈ ടപ്പ കണ്ടോ, ഇത് നമ്മൾ ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു പാത്രമാണ്, ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ ഓട്ട ഉള്ളതുകൊണ്ട് ഞാൻ താഴെ ടിഷ്യൂ പേപ്പർ തൽക്കാലം ഇട്ടിട്ടില്ല. ചീത്തയാവുമെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ മുകളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നോക്കാം അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ. എന്തായാലും 2 ടപ്പ മതിയായി. ഞാൻ കരുതി ഇത്രയും ഉള്ളതുകൊണ്ട് 2 ടപ്പയിലൊന്നും നിൽക്കത്തില്ല എന്നാണ് കരുതിയത്. പക്ഷെ ചേർത്ത് വെച്ചപ്പോൾ അതാ 2 ടപ്പയിൽ കൊള്ളാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.